ഓൾ, എല്ലാവർക്കും ലീഗൽ ചാപ്റ്ററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്ന് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടുത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എക്സാം LLBയുടെ 3 ഇയർ LLBക്കാരായിക്കോട്ടെ 5 ഇയർ LLBക്കാരായിക്കോട്ടെ എങ്ങനെയാണ് സെമസ്റ്റർ എക്സാം എഴുതുക, എങ്ങനെയാണ് ഫസ്റ്റ് എക്സാമിൽ തന്നെ ടെൻഷൻ ഇല്ലാതെ കുറച്ച് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 3 ഇയർ LLBക്കാർക്കും 5 ഇയർ LLBക്കാർക്കും ഒരേ പാറ്റേൺ ആണ്. പാർട്ടി ABC എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ 75 മാർക്കിലാണ് എക്സാം വരുന്നത്. മെയിൻ എക്സാം യൂണിവേഴ്സിറ്റി നടത്തുന്നത്. ബാക്കി വരുന്ന 25 മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ കോളേജുകാർ തന്നെ നടത്തുന്ന ഇൻറ്റേർണൽ എക്സാംസിൻ്റെ മാർക്കായിട്ടാണ് അത് ആഡ് ചെയ്ത് വരിക. സോ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് 75-ൽ നമുക്ക് പാസ് മാർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ 30 മാർക്സാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഈ കാണുന്ന പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഉണ്ടോ, പാർട്ട് എയിൽ നമ്മൾ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. ഇതിൽ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടാവും. അതിൽ 5 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒരെണ്ണം നമുക്ക് ഓപ്ഷനിലാണ്. സോ ഇതിൽ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ചിലപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക, ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾ എന്ത് ചെയ്യും, അവരൊരു essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിച്ച് ഇതിങ്ങ് വാരി വലിച്ചങ്ങ് എഴുതും. എന്നിട്ട് എന്താ, നമ്മുടെ സമയവും പോവും, ബാക്കിയുള്ള essay ടൈപ്പ് ക്വസ്റ്റ്യൻസും പ്രോബ്ലം ക്വസ്റ്റ്യൻസും ഒന്നും അറ്റൻഡ് ചെയ്യാൻ സമയം കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ആകെപ്പാടെ നമുക്ക് 3 മാർക്കേ ഉള്ളൂ എന്ന് ചിന്തിക്കുക. 3 മാർക്ക് എന്ന് പറയുമ്പോൾ ആകെ നമുക്ക് മാക്സിമം നന്നായിട്ട് എഴുതുന്ന കുട്ടിക്ക് പോലും കൊടുക്കുന്നതെന്ന് പറയുന്നത് എത്രയാണ്, 2-2.5 മാർക്കാണ്. അപ്പോൾ അതിനുള്ള രീതിയിൽ നമ്മൾ എഴുതിയാൽ മതിയാവും. സോ നിങ്ങളത് ഇപ്പം ആദ്യം പാർട്ട് എഴുതുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് സമയം ഒരു 3/4 മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് എഴുതി തീർക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അതിൽ നിന്ന് നമുക്ക് വലിയ മാർക്ക് കിട്ടാനായിട്ടില്ല. ഇതിൻ്റെ മാക്സിമം ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 15 മാർക്സാണ്. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളൊരു 1 പേജ് അല്ലെങ്കിൽ 1.5 പേജൊക്കെ എഴുതിയാൽ മതിയാവും ഈ പറയുന്ന പാർട്ട് എ ക്വസ്റ്റ്യൻസ് ഒക്കെ. പിന്നെ വരുന്നതാണ് പാർട്ട് ബി ക്വസ്റ്റ്യൻസ്. ഈ പാർട്ട് ബി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കുറച്ച് ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഡിഗ്രിക്കോ +2-നോ ഒക്കെ കണ്ട രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതായത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആയി തരും. നമുക്കിതുപോലെ കണ്ടോ, എ വർക്ക്മാൻ അണ്ടർ ദി ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് വാസ് റിട്രഞ്ച്ഡ് ഫ്രം സർവീസ് ബൈ ആൻ ഓറൽ ഓർഡർ മെയ്ഡ് ബൈ ആൻ എംപ്ലോയർ. want to challenge the validity of the order advice. സോ ഇത് നമുക്ക് നമ്മുടെ റീസണിങ് വെച്ച് അറ്റൻഡ് ചെയ്യുന്നതിനാണ് ഇതിന് മാർക്ക് കിട്ടുന്നത് കേട്ടോ. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 മാർക്കാണ്. സോ ഇതിൽ നമുക്ക് 4 ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യും. അതിൽ ഒരെണ്ണം നമുക്ക് ഓപ്ഷനിലാണ് കേട്ടോ. 4 എണ്ണത്തിൽ 3 എണ്ണം നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഉണ്ട്. ഈ ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ നിങ്ങൾക്ക് എഴുതുവാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു മാക്സിമം ഒരു 4-4.5 മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, പാർട്ട് ബി എ ആയിക്കോട്ടെ, ബി ആയിക്കോട്ടെ, സി സെക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് അത് ഇട്ടേച്ച് പോകാതിരിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ പഠിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്പ് എഴുതേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം വരുന്ന പാർട്ട് സി സെക്ഷനാണ്. ഈ പാർട്ട് സി സെക്ഷനിൽ ഇതുപോലെ തന്നെ 3 ക്വസ്റ്റ്യൻസ് തരും. ഒരെണ്ണത്തിന് 15 മാർക്ക് വീതമാണ്. അപ്പം നമ്മൾ ഇതിൽ 2 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. 3 എണ്ണത്തിൽ 2 എണ്ണം അറ്റൻഡ് ചെയ്യുക. 15 വീതം 30 മാർക്കിൻ്റെയാണ് ഈ സെക്ഷൻ വരുന്നത്. സോ സാധാരണ നമ്മുടെ ടീച്ചേഴ്സൊക്കെ പറയുന്നത് ഈ ഒരു സെക്ഷൻ ആദ്യം അറ്റൻഡ് ചെയ്യാമെന്നാണ്. പാർട്ട് സി, പാർട്ട് ബി, പാർട്ട് എ അങ്ങനെ അറ്റൻഡ് ചെയ്യാനാണ് പറയുക. ഇപ്പോൾ നിങ്ങൾ പാർട്ട് സി ആണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിലെ ക്വസ്റ്റ്യൻസ് മുഴുവൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പാർട്ട് ബിയിലേക്ക് കിടക്കുക, അല്ലെ പാർട്ട് എയിലേക്ക് കിടക്കുക. അതല്ലാതെ പകുതിക്ക് വെച്ച് എഴുതിയിട്ട് പകുതിക്ക് വെച്ച് വേറൊരു പാർട്ട് എഴുതാതിരിക്കുക. സോ അതൊക്കെ നിങ്ങളുടെ മാർക്ക് കുറയ്ക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ പാർട്ട് സി ആദ്യം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇത് 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഒരു അരമണിക്കൂർ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഒരു 20-25 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾക്ക് എത്ര മാത്രം എഴുതാൻ പറ്റുമോ അത്രയും പോയിൻറ്റ്സുകൾ ഇതിൽ ആഡ് ചെയ്യുക. ഇതിൽ നമ്മൾ ആദ്യം എഴുതേണ്ട ഇൻട്രൊഡക്ഷൻ ആണ്. ഇങ്ങനെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് നിങ്ങൾ എഴുതുക. അതിനുശേഷം മെയിൻ ബോഡി കണ്ടൻസ് അതിനകത്ത് എഴുതുക. അതിനുശേഷം കൺക്ലൂഷൻ. അങ്ങനെ ഒരു രീതിയിൽ വേണം ഇത് എഴുതാനായിട്ട്. സോ ഇതിൽ എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സെക്ഷൻസ് ആഡ് ചെയ്യുക, നിങ്ങൾക്ക് അറിയാവുന്ന കേസ് ലോസ് ആഡ് ചെയ്യുക, നിങ്ങളുടെ കുറച്ച് റീസണിങ്സും വേണമെങ്കിൽ കുറച്ച് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇതിൽ ഈ ഒരു സെക്ഷൻ അങ്ങനെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട് ബി. ഈ പാർട്ട് ബി ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്റ്റെപ്പുണ്ടേ. ഇതുണ്ടോ, ആദ്യം നമ്മൾ ഈ ഒരു 5 സ്റ്റേജ് എന്ന് പറയുന്നൊരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് നിങ്ങൾ എഴുതുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 4 മാർക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ജസ്റ്റ് ഒരു മോഡലിന് വേണ്ടി എഴുതുവാണ് മനസ്സിലാവാനായിട്ട്. സോ ഈ ഒരു 7th ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഫാക്റ്റ് എന്ന് ഹെഡിങ് കൊടുക്കുക. ഫാക്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തതിന് ശേഷം ഈ ഒരു ക്വസ്റ്റ്യൻ അതേപടി നമ്മൾ എഴുതിയാൽ മതി
കേട്ടോ. ഹിയർ എക്സ് ഈസ് എ വർക്ക്മാൻ അണ്ടർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് was retrenched from service by an oral order made by the employer. So here X want to challenge to the validity of the order എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒരു പാരഗ്രാഫ് അതേപടി നിങ്ങൾക്ക് അത് നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസിൽ വേണമെങ്കിൽ ആക്കാം, പക്ഷെ അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാലും മതി. അതിനുശേഷം എന്താ, ഫാക്റ്റ് കഴിഞ്ഞാൽ ഇഷ്യൂ എഴുതണം. ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ ഈ തന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മൾ എന്താണ്ടാക്കണം, ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യണം. അതായത് ഈ പറയുന്ന ക്വസ്റ്റിനകത്ത് എക്സിന് ഇപ്പം ഞാൻ ഉണ്ടാക്കിയൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ട വെദർ എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. വെദർ എക്സ് ക്യാൻ ചാലഞ്ച് ടു ദ വാലിഡിറ്റി ഓഫ് ദ ഓർഡർ ആസ് പെർ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. ഒറ്റത്തൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറക്കരുത്. സോ ഇതിൽ മെയിനായിട്ടും ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളൊരു 2 ഇഷ്യൂ എങ്കിലും ഇതിൽ കണ്ടെത്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മുടെ കഴിവനുസരിച്ച് യുക്തിക്കനുസരിച്ച് അത് ഫ്രെയിം ചെയ്തെടുക്കുക. ഒരു 2 എണ്ണമെങ്കിലും മിനിമം വേണം. സോ മാക്സിമം നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് വരെ ഫ്രെയിം ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ സമയം അനുസരിച്ച് നിങ്ങൾ നോക്കി ചെയ്യുക. അതിനുശേഷം വരുന്നതാണ് ലീഗൽ അനാലിസിസ്. ഫാക്റ്റ്, ഇഷ്യൂ, ലീഗൽ അനാലിസിസ് അഥവാ ലീഗൽ പ്രൊവിഷൻ എന്ന ഹെഡിങ് കൊടുക്കുക. സോ ഇതിനകത്ത് നമ്മൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ അകത്ത് നമ്മൾ ഏതൊക്കെ സെക്ഷൻസ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുണ്ട്, ഏതൊക്കെ ആക്റ്റുകൾ ഈ പറയുന്ന ക്വസ്റ്റ്യനകത്തുള്ള ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം മാത്രമല്ല, ചിലപ്പോൾ വേറെ ആക്റ്റുകൾ നമുക്കിതിനകത്ത് ലേബർ ലോ ആയിട്ട് ബന്ധപ്പെട്ട ആക്റ്റുകൾ നമുക്കിതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ആ സെക്ഷൻസ് അതേപടി നിങ്ങളുടെ വാക്കിലല്ലാതെ ആ ഒരു ആക്റ്റിനകത്ത് പറയുന്ന അതേ രീതിയിൽ നിങ്ങൾ സെൻറ്റൻസ് എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ടെങ്കിൽ മാത്രം അത് എഴുതുക കേട്ടോ. ആ സെക്ഷനും ആക്റ്റും അതിനകത്ത് എന്താ പറയുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒരു പാരഗ്രാഫിൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് പോവുക. അതാണ് ലീഗൽ പ്രൊവിഷനകത്ത് നമ്മൾ എഴുതുന്നത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടതാണ് ലീഗൽ റീസണിങ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ ഈ ഒരു ലീഗൽ റീസണിങ് ഭാഗമാണ് ടീച്ചേഴ്സ് കൂടുതലായിട്ടും ചെക്ക് ചെയ്യുന്ന ഭാഗം. സോ ഇതാണ് നമുക്ക് മാർക്ക് വീഴുന്ന സെക്ഷൻ. അപ്പോൾ ലീഗൽ റീസണിങ്ങിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ റീസണിങ് പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടല്ലോ സെക്ഷൻസ് ഏതൊക്കെ ഇതിനകത്ത് വരും, നമ്മൾ പഠിച്ച ആക്റ്റുകൾ വെച്ച് ചിന്തിക്കുക. ഈ പറയുന്ന സെക്ഷൻസും ആക്റ്റുകളും ഒക്കെ വരുന്ന സെക്ഷൻസും ഒക്കെ വെച്ച് ചിന്തിച്ചിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യന് യുക്തിപരമായിട്ടുള്ള നിങ്ങളൊരു അഡ്വക്കേറ്റ് ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ അതിനെ ഈ പറയുന്ന ഒരു റീസണിങ് പവർ ഉപയോഗിച്ച് നിങ്ങൾ എങ്ങനെ അതിനെ സോൾവ് ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മളിത് എഴുതേണ്ടത്. സോ ഇതിനകത്ത് എക്സിന് ചാലഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണെങ്കിൽ നിങ്ങൾ എഴുതുക എക്സ് ക്യാൻ ചാലഞ്ച് ദ ഓർഡർ ഡ്യൂ ടു ഇന്ന സെക്ഷൻ പ്രകാരം നമുക്ക് ഇന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ യുക്തിക്കനുസരിച്ച് ആ കാര്യങ്ങൾ എഴുതുക. ഒരു മാക്സിമം ഒരു 2-3 പേജെങ്കിലും ലീഗൽ റീസണിങ്ങിന് നിങ്ങൾ ടൈം കൊടുക്കണം എഴുതാനായിട്ട്. കാരണം ഈ ഒരു സെക്ഷനാണ് ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുന്ന സെക്ഷൻ. സോ ഇതിനകത്താണ് മാർക്ക് കൂടുതൽ വീഴുന്ന സെക്ഷൻ. സോ ഇതിൻ്റെ മെയിൻ ബോഡി എന്ന് പറയുന്നത് എന്താണ്, ലീഗൽ റീസണിങ് ആണ് കേട്ടോ. സോ അതിനുശേഷം നിങ്ങൾ ആ ഒരു ഇതിനകത്ത് തന്നെ നിങ്ങൾ കേസ് ലോ എന്ന് ഹെഡിങ് കൊടുക്കുക. അതല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷൻ എന്ന് ഹെഡിങ് കൊടുക്കുക. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇതേ ഫാക്റ്റ് വരുന്ന, അതായത് ഇതേ കഥ, ഈ ഒരു സ്റ്റോറിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കേസ് ഇതിന് മുമ്പ് നിങ്ങൾ വായിച്ച് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ, പഠിച്ചു പോയപ്പോൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേസ് നിങ്ങൾക്ക് എഴുതാം. ഇന്ന പോലെ ഇന്ന കേസിൽ എക്സ് വേഴ്സസ് വൈ. ഇപ്പോൾ എക്സ് വേഴ്സസ് വൈ എന്നിട്ട് ഞാൻ ആ പ്ലെയിൻറ്റിഫിൻ്റെ ഡിഫൻഡൻറ്റിൻ്റെ പേരറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഒരു കേസിൻ്റെ ഫാക്റ്റ് അറിയാം, പക്ഷേ ആ കേസിലെ ആ ഒരു കേസിൻ്റെ പേര് നിങ്ങൾ മറന്നു പോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സ് വേഴ്സസ് വൈ എന്ന് കൊടുത്താലും മതി. കൊടുത്തിട്ട് നിങ്ങൾ അതിനകത്തെ കണ്ടൻറ്റ് എന്താണെന്ന്, ഫാക്റ്റ് എന്താണ് കോടതി പറഞ്ഞതെന്നുള്ള ഡിസിഷൻ എഴുതുക. ഇനി അതല്ല നിങ്ങൾക്ക് കേസ് ലോസ് ഒന്നും ഓർമ്മ വരുന്നില്ല, അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്യുക, ഇല്ലുസ്ട്രേഷൻ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് ഹിയർ എ ആൻഡ് ബി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സ്റ്റോറി ഫ്രെയിം ചെയ്യുക. നിങ്ങൾക്ക് ഒരു റീസണബിളായിട്ട്, അതായത് ചുമ്മാ ഫ്രെയിം ചെയ്താൽ പോരാ, നിങ്ങൾക്ക് ഈ ഒരു ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് റീസണബിളായിട്ട് വരുന്ന ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ ബെയർ ആക്ട് ഒക്കെ എടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ബെയർ ആക്റ്റിലൊക്കെ കുറേ ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ ഉണ്ടാവും. സോ അതുപോലെ നിങ്ങൾക്ക് ഒരെണ്ണം ഫ്രെയിം ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ, അല്ലെങ്കിൽ ബെയർ ആക്റ്റിൽ നിങ്ങൾ പഠിച്ച ഇല്ലുസ്ട്രേഷൻ ഓർമ്മയുണ്ടെങ്കിൽ ആ ഇല്ലുസ്ട്രേഷൻ നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. സോ അത് നിങ്ങൾ എഴുതുന്നതിന് മാർക്ക് ഉണ്ടാവും. സോ അത് എഴുതാൻ ശ്രമിക്കുക. അറിയാവുന്ന കേസ് ലോസ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇല്ലുസ്ട്രേഷൻസ് നിങ്ങൾ എഴുതുന്നതിന് മാർക്ക് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എഴുതാൻ ശ്രമിക്കുക. കേസ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ഇല്ലുസ്ട്രേഷൻ എങ്കിലും എഴുതി വെക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കണം. സോ അത്ര എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഡിസിഷൻ ഓർ ജഡ്ജ്മെൻറ്റ് എഴുതണം. അതായത് നമ്മൾ എന്താണ് ഇതിൽ നിന്നും ഒരു ജഡ്ജ് എന്നുള്ള നിലയിൽ നമ്മൾ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളൊരു കാര്യം നമ്മളിതിൽ ഒരു 1 or 2 പാരഗ്രാഫിൽ എഴുതുക. നിങ്ങൾ ജഡ്ജി ആയാൽ ഇതിലെന്ത് വിധിയാകും വരിക ഒരു രീതിയിൽ നിങ്ങളത് എഴുതുക. സോ അത്രയാണ് ഈ ഒരു പാറ്റേൺ. അത് നിങ്ങൾ ഈ ഒരു ഓർഡർ ഓർത്തിരിക്കാനായിട്ട് ഒരു കോഡുണ്ട്, 5 lakh, അതായത് FILAC 5 lakh എന്ന് പറഞ്ഞിട്ടൊരു കോഡുണ്ട്. അത് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫാക്റ്റ് ഇഷ്യൂ ആണെന്നുള്ളത് മറന്നു പോകാതിരുന്നോളും. ആദ്യം FI ഫാക്റ്റ്, ഇഷ്യൂ 5 lakh, ലീഗൽ അനാലിസിസ്,
ലീഗൽ പ്രൊവിഷൻസ് വരുന്നത്, അതിനുശേഷം കേസ് ലോസ്, ജഡ്ജ്മെൻറ്റ്. സോ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചിരിക്കുക. ഈ ഒരു സ്റ്റെപ്പ് എഴുതിയാൽ തന്നെ നിങ്ങൾക്കൊരു 4 മാർക്ക് ഷുവറായിട്ടും യൂണിവേഴ്സിറ്റി എക്സാമിന് കിട്ടും. സോ അതാണ് പ്രോബ്ലം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ട ഒരു രീതി. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് മെയിനായിട്ടും 3 ഇയർ LLB, 5 ഇയർ LLB, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യേണ്ട ഒരു രീതിയാണ് കേട്ടോ. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റാണ്. അപ്പം ഞാൻ അറ്റൻഡ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു രീതി ഫോളോ ചെയ്തിട്ട് എനിക്ക് നല്ല മാർക്ക് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഈ +2 കഴിഞ്ഞ് വരുന്നവരും ഡിഗ്രി കഴിഞ്ഞ് വരുന്നവരും നിങ്ങൾ കൊട്ടക്കണക്കിന് മാർക്ക് ഈ ഒരു പ്രൊഫഷണൽ ഫീൽഡിലെ എക്സാം എഴുതുമ്പോൾ പ്രതീക്ഷിക്കരുത്. നമുക്ക് മാക്സിമം എന്ന് പറയുന്നത് 75-ൽ ഒരു നല്ല മാർക്ക് എന്നൊക്കെ പറയുന്നത് 40 എബോവ് ഒക്കെ നല്ല മാർക്കാണ്. 50, 55 ഇതൊക്കെ നല്ല ഹൈ മാർക്കുകളാണ് കേട്ടോ. സോ നിങ്ങൾക്ക് വേണ്ടത് പാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ 30 മാർക്കാണ്. എല്ലാം അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ കൂട്ടിയാലും ടീച്ചർമാർക്കൊരു എവിടെയെങ്കിലും ഒരു മാർക്ക് ഇട്ട് തരാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ജയിക്കാനായിട്ട് ഈ ഒരു സ്റ്റെപ്പ് ഫോളോ ചെയ്യുന്നത് വളരെ നല്ലതാണ്. പിന്നെ പാർട്ട് എ ക്വസ്റ്റ്യൻ എഴുതി സമയം കളയാതിരിക്കുക. മിക്ക കുട്ടികൾക്കും പറ്റുന്നൊരു കാര്യമാണ് പാർട്ട് എ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് സമയം കളയും. സോ അത് കളയാതിരിക്കുക. പാർട്ട് ബിയും സിയും കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണേലും നല്ല മാർക്ക് ബിഗിനിങ്ങിൽ തന്നെ ഫസ്റ്റ് സെമ്മിൽ തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.